السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ നല്ലവൻ ആരാണ്? നല്ലവൻ എന്ന് പറയണമെങ്കിൽ കുടുംബത്തിനും മറ്റുള്ളവർക്കെല്ലാം ഗുണം ചെയ്യണം. ഗുണം എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നല്ല കാര്യം നല്ല കാര്യമാണെന്നും അറിയാം, ഒരു മോശക്കാര്യം അത് മോശമാണെന്നും എല്ലാവർക്കും അറിയാം. മുസ്ലിമിനും അറിയാം, മുസ്ലിം അല്ലാത്തവർക്കും അറിയാം, നിരീശ്വരവാദികൾക്കും അറിയാം. മനുഷ്യരായ എല്ലാവർക്കും നന്മയും തിന്മയും അറിയാം. അപ്പോൾ നന്മയും തിന്മയും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ലവനാണെങ്കിൽ നന്മകൾ ചെയ്യണം. വിശുദ്ധമായ ഖുർആനിൽ എത്രമാത്രം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല പല വിഷയങ്ങൾ. നന്നാകാനുള്ള നല്ലവനാവാനുള്ള വഴികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊൻചുണ്ട് അനക്കി ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതാണ് കുറെ ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുതന്നെയാണ്, നിങ്ങളിൽ നല്ലവൻ ആരാണ്? അപ്പോൾ ആകണം എന്നത് കണിശമാണ്. നല്ലവനാവണം എന്നുള്ളത് നിർബന്ധമാണ്. നല്ലവനല്ലാത്ത ഒരാളാകാൻ പാടില്ല. തിന്മ ചെയ്യുന്ന, അരുതായ്മ ചെയ്യുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന, അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരാളും ആകാൻ പാടില്ല. നല്ലവനാവണം. ആ നല്ലവനാവണമെങ്കിൽ അതിനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖിയാറുക്കും മൻ അത്അമ അത്ആം. നിങ്ങളിൽ നല്ലവൻ ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കുന്നവനാണ്. ഭക്ഷണം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി, ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഭക്ഷണം, വെള്ളം. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന് മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും മർമ്മപ്രധാന വിഷയം ശാരീരികമായി വിശപ്പാണ്. വിശപ്പിന് ഭക്ഷണം ഏത് ജീവികളാണെങ്കിലും സമയത്തിന് കിട്ടിയില്ല എങ്കിൽ അത് വലിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം വിശപ്പകറ്റുന്നതിന്, ഭക്ഷിപ്പിക്കുന്നതിന് വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. വലിയ സ്ഥാനം, ചെറിയ സ്ഥാനമൊന്നുമല്ല. അനസ് റളിയല്ലാഹു അൻഹു സലാസുൻ കഫാറാത്ത് വസലാസുൻ ദറജാത്ത് വസലാസുൻ മുൻജിയാത്ത് വസലാസുൻ മുഹ്ലികാത്ത്. 3 കാര്യങ്ങൾ കഫാറത്താണ്. 3 കാര്യങ്ങൾ ദറജ ഉയർത്തും. 3 കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും. 3 കാര്യങ്ങൾ ചെയ്താൽ നശിച്ചു പോകും. അതിൽപ്പെട്ട ദറജ കൂടുന്ന ഏറ്റവും വലിയ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറയുകയാണ്. വഅംബദ്ദറജാതു ഫഇത്ആമുത് തആം. അതിൽ ഒന്നാമത് പറഞ്ഞത് ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കുക എന്നതാണ്. വഇഫ്ശാഉസ്സലാം, സലാം പരത്തുക, അസ്സലാമു അലൈക്കും പറയുക. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഇത് വലിയ ദറജ ഉണ്ടാക്കുമെന്ന് ഇതിൽ ഒന്നാമതായി അല്ലാഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത്ആമുത് തആം, ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കുക എന്നതാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദറജ, വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ബഹുമാനം പറഞ്ഞതായി നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർ മുഅ്മിനീങ്ങൾ ഭക്ഷിപ്പിക്കുന്നവരാണ്. അലാ ഹുബ്ബിഹി, അല്ലാഹുവിന്റെ ഹുബ്ബിന് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. അല്ലാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ. എന്റെ അടിമകൾ പലരും വിശന്നുകൊണ്ട് വലയുന്നുണ്ട്, അവർക്ക് നീ ഭക്ഷിപ്പിക്കണം. അങ്ങനെ ഭക്ഷിപ്പിക്കുന്നവർ വലിയ സ്ഥാനമുള്ളവരാണ്. ആരൊക്കെ ഭക്ഷിപ്പിക്കണം? മിസ്കീനം വയതീമം വഅസീറാ,
സാധുക്കളെ ഭക്ഷിപ്പിക്കണം, യതീമീങ്ങളെ ഭക്ഷിപ്പിക്കണം, അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഭക്ഷിപ്പിക്കണം. ഒരു പ്രതിഫലം ഭക്ഷിപ്പിക്കുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലം തിരിച്ച് ചിന്തിക്കാൻ പാടില്ല, ഒരു നന്ദി തിരിച്ച് ചിന്തിക്കാൻ പാടില്ല, ഒരു പ്രതിഫലം തിരിച്ച് ചിന്തിക്കാൻ പാടില്ല. തീർത്തും അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ഭക്ഷിപ്പിക്കുകയാണെങ്കിൽ സ്വർഗം അവന് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് കാണാം, വിഷമമുடைய സമയത്ത്, ദിവസത്തിൽ ഭക്ഷിപ്പിക്കുക എന്നതും വിശുദ്ധമായ ഖുർആൻ നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ വലിയ സ്ഥാനമാണ് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മകന്റെ കല്യാണം, നമ്മുടെ മകളുടെ കല്യാണം, നമ്മുടെ വീടിന്റെ പാലുകാച്ചൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ആർഭാടമോ ധൂർത്തോ പാടില്ല. അത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതേപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബക്കാരെ വിളിച്ച് ഭക്ഷിപ്പിക്കുക. റബീഉൽ അവ്വലാണ്, വലിയ ബഹുമാനവും വലിയ സ്ഥാനമുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയതിന് ശേഷം ഭക്ഷിപ്പിക്കുക. അത് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്, മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ് ആ ശൈലി. അപ്പോ മൗലിദ് ഓതുക, ദ്വാരക്കുക, അവിടെ കൂടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക വലിയ സ്ഥാനമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നും സൗദി അറേബ്യയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഭക്ഷിപ്പിക്കുക, ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക, അതിന്റെ പ്രതിഫലം ആ മരണപ്പെട്ടവർക്ക് ലഭിക്കും. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നായി നാം ഓരോരുത്തരും കാണണം. പ്രത്യേകിച്ച് സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുള്ളവർ, യതീമീങ്ങൾ, മിസ്കീന്മാർ, ഫക്കീറന്മാർ, അവരൊക്കെ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ മാന്യമായി ഭക്ഷിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ചെറിയൊരു കാര്യമല്ല. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ അഫ്സുസ് സലാമ വഅത്ഇമുത് തആം വകൂനൂ ഇഖ്വാൻ കമാ അമറകുമുല്ലാഹ്. അള്ളാഹുവിന്റെ സഹോദരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം എങ്ങനെയൊക്കെ ആണെങ്കിലും സാധുക്കൾക്ക് കൊടുക്കാൻ നാം തയ്യാറാവണം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ സകാത്ത് എന്ന് പറയുന്നത്. ആ സകാത്ത് ഏറ്റവും ആദ്യമായി ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിക്കുന്നത്. ആ സകാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ റമളാനിൽ അരി കൊടുക്കുന്നില്ലേ, മുദ്ദ് ഫിത്ർ സകാത്ത് കൊടുക്കുന്നില്ലേ? ആ ഫിത്ർ സകാത്തും ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഭക്ഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രതിഫലമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയോ, അതല്ലെങ്കിൽ സ്വകാര്യമായി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ അത് വലിയ പ്രതിഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഫാക്കത്തുണ്ടാകാതിരിക്കാൻ, ദാരിദ്ര്യമുണ്ടാകാതിരിക്കാൻ, കുഴപ്പങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.